വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള പാർലമെന്റിലെ എംപിമാർ എല്ലാവരും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട എംപിമാർ, പ്രിയപ്പെട്ട MLA മാർ, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ MP, ഈ പരിപാടിയുടെയൊക്കെ തന്നെ മുഖ്യ സംഘാടകന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA മഞ്ചേശ്വരത്തിന്റെ MLA, ജനങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന നേതാവ് JKM അഷ്റഫ്, പ്രിയങ്കരനായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, പേര് പറയണമെങ്കിൽ അത് തന്നെ ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആദ്യം പറയേണ്ട ആളാണ് ഞാൻ വിട്ടുപോയത്, ക്ഷമിക്കണം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമുക്ക് ഒരിക്കലും പേര് പറയാൻ വിട്ടുപോകാത്ത, നമ്മുടെ എല്ലാം ആവേശമായിട്ടുള്ള ശ്രീ K. സുധാകരൻ, പ്രിയപ്പെട്ട അധ്യക്ഷവേദിയിലെ മറ്റു ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് ആരംഭിക്കുന്ന ഈ യാത്ര രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന യാത്രയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി വീർപ്പുമുട്ടലും പൊറുതിമുട്ടലുമായിട്ട് ജനം നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് UDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല, രണ്ടാം തവണയും വിജയിപ്പിച്ച് അധികാരത്തിലേറ്റാൻ സഹായിച്ച ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇതുപോലെ ഒരു സർക്കാർ വിരുദ്ധ വികാരം നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡുകാർക്ക് ഫുട്ബോൾ കളിയിൽ വലിയ ഇഷ്ടമാണ്, വോളിബോൾ കളിയും ഉണ്ട്, എനിക്കറിയാം, ബാസ്കറ്റും കുഴപ്പമില്ല. കളികളിലെല്ലാം മത്സരങ്ങളിൽ ക്വാർട്ടർ നടക്കും, സെമി ഉണ്ടാകും, ഫൈനൽ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ജയിക്കില്ല എന്ന് പലരും കരുതിയിരുന്ന പഞ്ചായത്തുകളിലേക്ക് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചുണക്കുട്ടന്മാരും നമ്മുടെ സഹോദരിമാരും, വീറുള്ള സഹോദരിമാരും കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെമി കഴിഞ്ഞു, ഫൈനലിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നമുക്ക്. ഈ ഫൈനൽ മത്സരത്തിൽ നമ്മുടെ എതിരാളികളുടെ കയ്യിലുള്ള ആയുധങ്ങളെയെല്ലാം താഴെ ഇറക്കി, ആയുധങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അന്തരീക്ഷം പാകപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ പാകപ്പെട്ട അന്തരീക്ഷത്തെ കുറച്ചുകൂടി സജ്ജമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള UDF-ന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട യാത്രയാണ് ഈ യാത്ര. നമുക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് പ്രാസംഗികന്മാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ കാലം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം മാറുമ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരടക്കം, യുവതി യുവാക്കളടക്കം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം നിരാശയോടെ കേരളത്തെ നോക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയും. പലരും അപ്പോൾ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ചു പോകും. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് നാട് മാറാത്ത, കാലം മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറ്റാത്ത, കാലം മാറുന്നതനുസരിച്ച് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്തൊരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും.
ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഈ പേരുണ്ടല്ലോ, വിദ്യാസമ്പന്നരായിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത ഇടമാണ് ഈ കേരളം എന്ന് അവർ സ്വയം ചിന്തിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം. ആരാണ് അതിന് ഉത്തരവാദി? 10 കൊല്ലക്കാലമായി ഈ നാട് ഭരിക്കുന്ന ഇടത് മുന്നണി സർക്കാരാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നവർ, എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ആദ്യം കൊടുക്കേണ്ട മറുപടി ഈ നൈരാശ്യത കൊണ്ട് നിൽക്കുന്ന യുവതലമുറയോടാണ് എന്നുള്ള കാര്യം ആധികാരികമായി പറയുന്നു. അതുകൊണ്ട് ഈ യാത്ര കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയുള്ള യാത്ര മാത്രമായിരിക്കില്ല. ഈ യാത്ര മാറുന്ന കാലത്തിനനുസരിച്ച് കേരളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യമായിട്ടുള്ള തീരുമാനവുമായി ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളുടെ യാത്ര കൂടിയായിരിക്കും എന്ന് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങള് ഇവിടെ ചിലയിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്റെയും ഇപ്പൊ സതീശന്റെതായാലും കുഞ്ഞാലിക്കുറിച്ചായാലും ഒക്കെ തന്നെ എല്ലാ പ്രസംഗങ്ങളെയും തെറ്റായി കാണിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ഞാൻ കണ്ടു. അടുത്ത ദിവസം UDF അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കും, ലൈഫ് വീട് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കും. ആര് പറഞ്ഞതായിട്ട്? KC വേണുഗോപാൽ. സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് നുണ മാത്രം പ്രചരിപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ മക്കളെ നടക്കില്ല. ഞങ്ങള് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നത് നിങ്ങളെ പോലെയല്ല. 2500 കൊടുക്കാമെന്ന് 5 കൊല്ലം മുമ്പേ പറഞ്ഞ് സ്ഥാനമൊഴിയുമ്പോ പോലും 2000 വരെ എത്തിച്ച്, അതും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എത്തിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലല്ലായിരിക്കില്ല ഞങ്ങൾ പറയുന്നത്. ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനവുമായിട്ടായിരുന്നു. അതിന്റെ തീരുമാനം മാത്രമല്ല, നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യവുമായിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയോ, UDF വന്നാൽ ശരി. KC വേണുഗോപാൽ ജാഥ ഉദ്ഘാടനം ചെയ്യുകയാണ്. VD സതീശൻ നയിക്കുന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.